നോമ്പ് കാലത്ത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നോമ്പോട് കൂടി ഒരു മാസം മെനക്കെടണം. എന്തിന്? എപ്പോൾ എപ്പോഴും അവൻ എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉത്തരം തരും. ഇത് നോമ്പിന്റെ ആയത്തിന്റെ ഇടയിലാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. നോമ്പിന്റെ ദുആകളിൽ നോമ്പ് കാലത്തെ ദുആയാണെങ്കിൽ അത് ഇജാബത്തുള്ള ദുആയാണ്. ആ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അപ്പോൾ നോമ്പിന്റെ ഉദറുണ്ടായാലും ഉദറില്ലെങ്കിലും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. വേറെ ഒരു കാലം ഇതുപോലെ ദുആക്ക് പറ്റിയ ഒരു കാലം ഇല്ല. അള്ളാഹുവിന്റെ കൃപ വാതിൽ തുറന്ന് വാങ്ങാനുള്ള അവസരമാണ് നോമ്പിന്റെ ചട്ടക്കൂടി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മർമ്മം നോമ്പിന്റെ ലക്ഷ്യമാണ്. എന്താ നോമ്പിന്റെ ചട്ടക്കൂട്? എന്താ നോമ്പിന്റെ ചട്ടക്കൂട്? നോമ്പിന്റെ ചട്ടക്കൂട് ഭക്ഷണം, പാനീയം, സുഖങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചില നിർദ്ദിഷ്ട സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കൽ. ഇതാണ് നോമ്പിന്റെ ചട്ടക്കൂട്. ഇതിനാണ് പ്രത്യക്ഷത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അതാണ് പ്രത്യക്ഷ നോമ്പ്. അതായത് സുബഹ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, പാനീയം ഉപേക്ഷിക്കുന്നു. പിന്നെ ശാരീരിക ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. വൈകാരിക താല്പര്യങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു. രാവിലെ മുതൽ മഗ്രിബ് വരെ, സുബഹ മുതൽ മഗ്രിബ് വരെയുള്ള ഈ സമയങ്ങളിലെല്ലാം ഒരു മനുഷ്യൻ അവന്റെ ഇത്തരം സുഖങ്ങളെ, ഭക്ഷണം ഉപേക്ഷിച്ചു, വെള്ളം ഉപേക്ഷിച്ചു പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ പ്രത്യക്ഷത്തിൽ നോമ്പായി. അതാണ് നോമ്പിന്റെ ഫ്രെയിം, അതാണ് നോമ്പിന്റെ ചട്ടക്കൂട്. എന്നാൽ നോമ്പിന്റെ ലക്ഷ്യം അതല്ല. നോമ്പിന്റെ ലക്ഷ്യം അടിമ ഉടമയുടെ സ്വന്തക്കാരനാകല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നോമ്പിന്റെ ലക്ഷ്യം അടിമ ഉടമക്കാരന്റെ സ്വന്തക്കാരനാകല. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വന്തക്കാരനായാലോ? സ്വന്തക്കാരന് മുഖറബ് എന്ന് പറയും. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. സ്വന്തക്കാരനാവുക എന്ന്, സ്വന്തക്കാരൻ അടിമ ഉടമക്കാരന്റെ സ്വന്തക്കാരനാകാനുള്ള അവസരം, ആ അവസരം ഉപയോഗപ്പെടുത്തലാണ് നോമ്പിന്റെ ലക്ഷ്യം. എന്തല്ല നോമ്പിന്റെ ചട്ടക്കൂടല്ല. നോമ്പിന്റെ ചട്ടക്കൂട് എന്താ? നോമ്പിന്റെ ചട്ടക്കൂട് രാവിലെ മുതൽ വൈകുന്നേരം തിന്നൂല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കൂല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകാരിക കാര്യങ്ങളിൽ ഇടപെടൂല. ഇതാണ് നോമ്പിന്റെ പ്രത്യക്ഷ ചട്ടക്കൂട്. അതിൽ വേണമെങ്കിൽ ഉദറുണ്ടു താനും. അതിൽ അല്ലാഹു തആല ഉദർ കൊടുക്കും. ആർക്ക്? ഉദർ ഉള്ളവന്. അൽ ബഖറ 183-ാമത്തെ ആയത്താണ് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അൽ ബഖറ 183. എന്നാൽ അൽ ബഖറ 184 എന്താ? അൽ ബഖറ 183 നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ്. അൽ ബഖറ 184 വമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ്. അതായത് നിങ്ങൾക്ക് രോഗമോ യാത്രയോ ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടതില്ല, പിന്നെ നോറ്റാൽ മതി എന്നാണ്. അപ്പോൾ നോമ്പ് കാലത്ത് തന്നെ പ്രത്യക്ഷത്തിൽ നോമ്പ് നോൽക്കാതിരിക്കാനുള്ള അവസരവും നോമ്പ് കാലത്തുണ്ട്. നമ്മൾ ഒന്നിരിക്കൽ നോമ്പുകാരൻ രോഗിയായാൽ മതി, അല്ലെങ്കിൽ യാത്രക്കാരനായാൽ മതി. അൽ ബഖറ 185 അതന്നെയാണ്. അൽ ബഖറ 183 നോമ്പ് അനുഷ്ഠിക്കണം. അൽ ബഖറ 184 യാത്രയിലോ രോഗത്തിലോ ആണെങ്കിൽ അന്ന് വേണ്ട, പിന്നെ അടുത്ത റമളാന് മുമ്പോ മറ്റോ ചെയ്താൽ മതിയാകും. അല്ലാഹു രോഗത്തെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ശരി, ഇതൊരുവട്ടം പറഞ്ഞ പോരെ? എന്നാ പിന്നെ പറഞ്ഞത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അപ്പോൾ
അൽ-ബഖറ 183 നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു. അൽ-ബഖറ 184 നിങ്ങൾക്ക് രോഗത്താലോ യാത്രയാലോ പ്രയാസമുണ്ടെങ്കിൽ ഈ അക്കാലത്ത് വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞു. അൽ-ബഖറ 185 അതന്നെ പറഞ്ഞു. അൽ-ബഖറ 184 പറഞ്ഞു നിങ്ങൾക്ക് രോഗമാണെങ്കിൽ പിന്നെ നോറ്റാൽ മതി. അൽ-ബഖറ 185 പറഞ്ഞു നിങ്ങൾക്ക് രോഗമാണെങ്കിലോ യാത്രയാണെങ്കിലോ പിന്നെ മതിയോ. അതായത് രോഗമോ യാത്രയോ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് വേറെയുള്ള സമയത്ത് ചെയ്യുന്നതിനും ഇസ്ലാമിൽ വിരോധമില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അഥവാ ഈ നോമ്പിന്റെ പ്രത്യക്ഷമായ ചട്ടക്കൂട് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സമയത്തേക്ക് എതിരുണ്ടെങ്കിൽ മാറ്റിവെക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമളാൻ മാസത്തിൽ യാത്ര ചെയ്ത ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം. മുത്ത് മുഹമ്മദ് മുസ്തഫ നോമ്പ് കാലത്ത് റമളാൻ മാസത്തിൽ മദീനയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് യാത്ര ചെയ്തു. റമളാൻ മാസം അങ്ങനെ യാത്ര തുടങ്ങി. മരുഭൂമിയാണ്, നട്ടുച്ചയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നല്ല വെയിലുള്ള സമയം, മരുഭൂമിയല്ലേ. അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ വന്നു. അങ്ങനെ ളുഹ്റിന്റെ വഖ്തായപ്പോൾ ഫനസലു വഖ്ത ളുഹ്രി വസല്ലു അൽളുഹ്റ ജമാഅത്ത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അങ്ങനെ വന്നു. റമളാൻ മാസം കാലം നോമ്പാണ് എല്ലാവർക്കും. അങ്ങനെ വന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ളുഹ്റിന്റെ നേരത്തെ ഇറങ്ങി ളുഹ്ർ നിസ്കരിച്ചു. ളുഹ്ർ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഫതലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽമാഅ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവരൂ എന്ന് ആവശ്യപ്പെട്ടു. ഫഅതൂ ബിമാഇൻ, അങ്ങനെ സ്വഹാബികൾ വെള്ളം കൊണ്ടുവന്നു. ഫശരിബൽ മാഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചു. തൊട്ടടുത്ത സ്വഹാബികൾക്ക് വെള്ളം സ്വഹാബി കൊടുത്തു. ആ സ്വഹാബി കുടിച്ചു, അടുത്താൾ കുടിച്ചു, അങ്ങനെ കുടിച്ചു. ഏതാമാസം റമളാൻ. ശ്രദ്ധിക്കണം കേട്ടോ, ഏതാമാസം റമളാൻ. യാത്ര തുടങ്ങിയത് രാവിലെ. സമയം ഇപ്പൊ എത്രേ ആയിട്ടുള്ളൂ? ളുഹ്ർ. എന്നിട്ടും നബി വെള്ളം കുടിച്ചു. മുഹമ്മദ് മുസ്തഫ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കും. മുഹമ്മദ് മുസ്തഫ നബിയെ, നിങ്ങളെപ്പോലെ ഞങ്ങളും ഭക്ഷണം കഴിക്കാതെ ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയും ലസ്തു കഅഹദിൻ മിൻകും ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി. നിങ്ങളും ഞാനും ഒരുപോലെയല്ല, എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ കഴിയുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ദിവസങ്ങളോളം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഇങ്ങനെ ചെയ്തത്? നബിക്ക് വേണ്ടിയല്ല. യാത്രക്കാരാകുമ്പോൾ സ്വാഭാവികമായി പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രയാസമുള്ളവരും ഉണ്ടാകും. അവർ ഈ നോമ്പിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യാത്രക്കാരനാണെങ്കിൽ മറ്റൊരു സമയത്ത് അനുഷ്ഠിച്ചാൽ മതി എന്ന നിലയിൽ ആ ശറഅ് വിശദീകരിക്കാൻ വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. സ്വഹാബികളും നോമ്പ് മുറിച്ചു. എണീറ്റ് പോകാൻ ഒരുങ്ങിയപ്പോൾ ചില ആളുകൾ വന്ന് പറഞ്ഞു, കുറച്ചാളുകൾ വെള്ളം കുടിച്ചിട്ടില്ല, അവരിപ്പോഴും നോമ്പ് നബിയെ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഒരുപാട് അർത്ഥം വെക്കാം. ഒരർത്ഥം ദോഷ്യ. എന്ത്? ദോഷി എന്ന് പറഞ്ഞാൽ വലിയ ദോഷിയല്ല. അതിന്റെ അർത്ഥം അവര് പരിധി വിട്ടോരാ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ എന്റെ ഒരു അവസരം അള്ളാഹു തന്നാൽ ആ അവസരം ഉപയോഗപ്പെടുത്തും. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ നോമ്പിന്റെ ബാഹ്യമായ കാര്യത്തിൽ പരിശുദ്ധ നോമ്പിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് നോമ്പ്, ഒന്ന് നോമ്പ് കാലം. രണ്ട് കാര്യമുണ്ട് നോമ്പിൽ. ഒന്ന് നോമ്പിട്ട്, ഒന്ന് നോമ്പ് കാലം ഉണ്ട്. നോമ്പിന് ഉദ്റുമുണ്ട്, പകരം വേറെ സമയത്ത് ചെയ്താലും മതിയാകും. എന്നാൽ നോമ്പ് കാലത്തിന് ഉദ്റില്ല, നോമ്പ് കാലത്തിന് പരിഹാരവും ഇല്ല. ഞാൻ ഒരു ഹദീസ് പറയാം. മുത്ത് മുഹമ്മദ് മുസ്തഫ, മൻ അഫ്തറ യൗമൻ മിൻ റമളാൻ, റമളാൻ നോമ്പിന്റെ ഒരു ദിവസം ഒരാൾ ഒഴിവാക്കിയാൽ ലം യഖ്ദിഹി സൗമു ദഹരി കുല്ലിഹി എന്ന് മുഹമ്മദ് മുസ്തഫ. കാലങ്ങൾ മുഴുവനും നോറ്റാലും പരിഹാരമാവില്ല. അതൊരു കാലമാണ്, നോമ്പ് കാലം. ആ നോമ്പ് കാലത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് അബ്ദിലേക്ക് ഇറങ്ങുന്ന ഒരു കാല. നോമ്പിന് പകരം ഒരു നോമ്പ് നോറ്റാൽ മതി. എന്നാൽ നോമ്പ് കാലത്തിന് പരിഹാരം ഉണ്ട്. ആ കാലത്ത് നേടണം. അള്ളാഹു നമുക്ക് തൗഫീഖ്. ആര് നേടണം? നോമ്പുള്ളവൻ നേടണം. ഇല്ല, ഒരാൾക്ക് ഉദറാണ്, എന്നാലും നോമ്പ് കാലത്തെ നേടണം. ഒരാൾക്ക് നോമ്പ് ആരോഗ്യമുണ്ട്, അപ്പോൾ നോമ്പ് വെൽക്കണം.
അവൻ നോമ്പ് വിൽക്കണം, നോമ്പ് കാലത്തെയും നേടണം. എന്താ നോമ്പ് കാലത്ത് നേടേണ്ടത് ഞാൻ പറയാം. ഒരാൾക്ക് നോമ്പ് ഇല്ല, അപ്പോൾ വേറെ സമയത്ത് നോമ്പ് ഇല്ല. എന്തുകൊണ്ട്? രോഗിയാ അല്ലെങ്കിൽ യാത്രക്കാരനാ, നോമ്പ് തൽക്കാലം ഒഴിവാക്കാം. പക്ഷേ നോമ്പ് കാലത്ത് നേടേണ്ട ചില കാര്യമുണ്ട്, അതൊരിക്കലും അവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇനി അതുപോലെ ഒരു കാലം അടുത്ത കൊല്ലം വരും. നോമ്പിനെ രണ്ടായി മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയാലേ പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പറയും. നോമ്പിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് നോമ്പ്, ഒന്ന് നോമ്പ് കാലം. നോമ്പിന് പരിഹാരമുണ്ട്, നോമ്പ് കാലത്തിന് പരിഹാരമില്ല. നോമ്പിന് പരിഹാരമുണ്ട്. ഒരാൾക്ക് ഉണ്ടായാൽ വേറെ നോമ്പ്, എന്നാൽ നോമ്പ് കാലമോ? ഞാൻ ഉദാഹരണം പറയാം. ഞാൻ അതിന് വേറെ ഉദാഹരണം എളുപ്പത്തിൽ പറയാം. ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, രോഗം കാരണം നോമ്പ് നഷ്ടപ്പെട്ടു. നോക്കൂ, തറാവീഹ് നഷ്ടപ്പെട്ടു, നോമ്പ് നഷ്ടപ്പെട്ടു. എന്നിട്ട് അയാൾ പിന്നെ ശവ്വാലിലോ ദുൽഖഅദിലോ ദുൽഹിജ്ജയിലോ മുഹറമിലോ സഫറിലോ എന്നോ നോമ്പ് നോറ്റ് വീട്ടി. എന്തുണ്ടോ? തറാവീഹ്. മനസ്സിലായോ? നോമ്പ് നോറ്റ് വീട്ടാം. എന്ത് ഇല്ല? നോമ്പ് നോറ്റ് വീട്ടിയാ മതി. എന്തില്ല? എന്തുകൊണ്ട്? തറാവീഹ് നോമ്പിന്റേതല്ല, നോമ്പ് കാലത്തിന്റേതാണ്. ഖുർആൻ ഓതിയാൽ ഒരക്ഷരത്തിന് 700 ഇരട്ടി മുതൽ തുടങ്ങും. അത് ശവ്വാലിൽ ഖുർആൻ ഓതി കൂലിയുണ്ടോ? ഉണ്ട്. എന്നത്തെ കൂലിയില്ല? പറ, എന്നത്തെ കൂലിയില്ല? നോമ്പ് കാലത്തെ കൂലിയില്ല. അപ്പോൾ നോമ്പിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് നോമ്പുമുണ്ട്, ഒന്ന് നോമ്പ് കാലവും ഉണ്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. നോമ്പാണ് നോമ്പ് എന്ന് പറഞ്ഞു പോയാ പോരാ. രണ്ട് വിഷയം ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് നോമ്പ്, ഒന്ന് നോമ്പ് കാലം. നോമ്പ് കാലം നഷ്ടപ്പെട്ടാൽ ഇനി അടുത്ത ഒരു കാലം കാത്തിരിക്കണം. ആ കാലത്ത് നമ്മൾ ജീവനോടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പും. നോമ്പ് കാലത്തിന് പരിഹാരമില്ല, നോമ്പിന് പരിഹാരം. നോമ്പ് കാലത്തിനോ പരിഹാരമില്ല. നോമ്പ് വിൽക്കാനാ. നോമ്പ് കാലം നോമ്പ് വിൽക്കാനല്ല. നോമ്പ് കാലം അള്ളാഹുവിന്റെ മുഖറബാകാൻ. നോമ്പ് കാലം അള്ളാഹുവിന്റെ മുഖറബായി തീരാനാണ്. അല്ലാത്ത കാലത്തിൽ അപ്രകാരം അള്ളാഹുവിന്റെ മുഖറബാകാൻ കഴിയുകയില്ല. ഞാനൊരു കാര്യം ഒന്നും കൂടെ ഒന്ന് തെളിച്ച് പറയാം, എന്നാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കൂ. അൽ ബഖറ 183 ആയത്താണ് നോമ്പ് വിൽക്കണം എന്ന് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ശരി, ഒന്ന്. രണ്ട്, അയ്യാമ മഅദൂദാത്ത് മുതൽ തുടങ്ങുന്നു 184. ശരി. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ മുതൽ തുടങ്ങുന്നു 185. ശരി. പിന്നെ 186 ഏതാ? 186 ആയത്ത്. 186 ആയത്ത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. 183 നോമ്പ് അനുഷ്ഠിക്കണം. 184 ഉദറുണ്ട്, ഉദറുള്ളവർക്ക്. 185 ഖുർആന്റെ മാസമാണ്, നോമ്പ് വിൽക്കണം. ഉദറുള്ളവർക്ക് ഉദറുണ്ട്. 186 നോമ്പേ അല്ല. നോമ്പിന്റെ വർത്താനം പറയണേ ഇല്ല. എന്താ പറയുന്നത്? അടിമ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ടാകും, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിച്ചു എന്ത്? 183 ആയത്ത് നോമ്പ്, 184 ആയത്ത് നോമ്പ്, 185 ആയത്ത് നോമ്പ്, 186 ആയത്ത് നോമ്പല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നോമ്പിന്റെ ആയത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ഇത്രയും നോമ്പിന്റെ ആയത്ത് ഉണ്ടാവും. പക്ഷേ 187 വീണ്ടും നോമ്പാ. 187 വഹില്ലലക്കും ലൈലത്ത സിയാമി റഫതു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന.
ദുആ പറയാ. ദുആയോ ദുആക്ക് ഒരു പ്രത്യേക കാലമില്ല, സമയമില്ല എന്നും ദുആ. എന്നിട്ടോ അതിന്റെ ഇടയിൽ കയറ്റി എന്നാ കഴിഞ്ഞോ ഇല്ല, അടുത്ത് വീണ്ടും നോമ്പിന്റെ ആയത്തുണ്ട്. വഹില്ല ലക്കും ലൈലത്ത സിയാമി റഫതു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹും. നോമ്പ് കാലത്ത് രാത്രി കാലങ്ങളിൽ ഭാര്യമാരെ കൂടെ കഴിയുന്നതിന് വിരോധമില്ല. 187. നിങ്ങൾ ഇത് ചിന്തിക്കുക. അപ്പൊ എന്താണ് ഈ 187 ആയത്തിനെ 186 ആക്കുകയും 186നെ 187 ആക്കുകയും ചെയ്താൽ നോമ്പൊരു ഭാഗത്തും നോമ്പല്ലാത്തൊരു ഭാഗത്തേക്കും പോകുമായിരുന്നല്ലോ. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത്? അതൊന്ന് ആലോചിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ വിഷയം എന്താ കിടക്കണമെന്ന് അറിയോ? ദുആ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ദുആ ചെയ്യാൻ പറ്റുമെങ്കിലും നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും ദുആയുടെ കാലമാണ്. ഒരാൾ അള്ളാഹുവിന്റെ മുഖറബാകനെ എങ്ങനെയാ പ്രാർത്ഥിച്ചിട്ടാ പ്രാർത്ഥന. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, 2 കാലമാണ്. ഒന്ന്, അത് നോമ്പിന്റെ കാലമാണ്. 2, സമൻ ദുആ, അത് പ്രാർത്ഥനയുടെ കാലമാണെന്ന് മഹാനായ ഹനാഫുൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എന്തിനാ ദുആ എടുക്കുന്നത്? ദുആ എന്നാൽ അള്ളാഹിന്റെ ഇഷ്ടക്കാരനാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ ഇഷ്ടക്കാരനാകാനുള്ള വഴി എന്താ? ദുആർക്കന്നെ. അള്ളാഹിന്റെ കയ്യിലുള്ള ചോദിച്ചോ അള്ളാഹ്ക്ക് തന്നെ ഇഷ്ടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. തേടുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. അള്ളാഹിന്റെ കയ്യിലുള്ളത് നീ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടേ ഇരുന്നോ. എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ 11 മാസവും ദുആർക്കാം. എന്നാൽ നോമ്പ് കാലത്തെ ദുആഇന്റെ ഫളില് മറ്റു 11 മാസത്തിനും ഇല്ല. നോമ്പിന്റെ ദുആ പ്രധാനമായ ദുആയാണ്. പടച്ചോൻ തൗഫീഖ് തരട്ടെ. ഇതെന്തിനാണ് ഈ ദുആനെ ഇടയ്ക്കേറ്റിയത്? വലിഅന്നഹു സമനു ദുആ മാ അന്നഹു സമനു സൗമി റമളാൻ മാസം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ കാലമായതുപോലെ അത് ദുആഇന്റെ കാലവുമാണ് എന്ന് മഹാനായ ഹനാഫുൽ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളടക്കമുള്ള അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആരിഫീങ്ങൾ അവരവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഉദറില്ല. അതെന്തിനാ? അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു വഴിയുമില്ല. ആരുള്ളത് ഇതാ. അള്ളാഹുവിലേക്ക് അടുക്കാൻ അടിമക്കുള്ള വഴി ഇതാ. പടച്ചോൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇറൈവനിടം കയ്യേന്തുങ്കൾ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ എന്നൊരു പാട്ടുണ്ട്. നാഗൂർ ഹനീഫയുടെ പാട്ട്, പഴയ പാട്ടുകാരനാണ് നാഗൂർ ഹനീഫ. ഇറൈവനിടം കയ്യേന്തുങ്കൾ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. ഇറൈവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. അല്ലാഹുവിലേക്ക് കൈനീട്ടിക്കോ. ഇല്ല എന്ന് പടച്ചവൻ പറയുകയില്ല, ഒരിക്കലും പറയുകയില്ല. അല്ലാഹുവിലേക്ക് അടുക്കണോ? ഏറ്റവും വലിയ വഴി എന്താ? ഏറ്റവും വലിയ വഴി ദുആ പോലെ ഒരു കാര്യവുമില്ല. ഏറ്റവും വലിയ അമൽ എന്താ? നിസ്കാരം. നിസ്കാരം എന്താ? അസ്സലാത്തു അദ്ദുആ. നോമ്പ്, നിസ്കാരം, സകാത്ത്, ഹജ്ജ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാ? നിസ്കാരം. എന്താ നിസ്കാരം അഫ്ളലായത്? നിസ്കാരം എന്താ സാധനം? അത് പ്രാർത്ഥനയാണ്. സകാത്തോ ഒരു ശുദ്ധീകരണം. നോമ്പോ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ നിയന്ത്രിക്കാൻ പഠിക്കല. ഹജ്ജോ ഹജ്ജ് കഅബാലയത്തിനെ ഉദ്ദേശിച്ചു പോകല. നിസ്കാരം പ്രാർത്ഥനയാണ്. സ്വലാത്തു അദ്ദുആ അഫ്ളലുൽ അഅമാലിൽ ബദനിയത്തി കുല്ലിഹാ. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല് അത് നിസ്കാരമാണ്. എന്തുകൊണ്ട്? നിസ്കാരം ദുആയാണ്. ദുആ എന്താ? ദുആ പോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ 2 കാര്യം മനസ്സിലാക്കണം. 1 നോമ്പ്, 2 ദുആ. നോമ്പിന് ഉദറുണ്ട്, ദുആക്ക് ഉദർ.
സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നോക്കിലേ, നോമ്പിന് ഉദ്ർ പറഞ്ഞു ഒരായത്ത് രണ്ടായത്ത്, എന്നാ ദുആക്ക് ഉദ്ർ തന്നെ പറഞ്ഞില്ല. ദുആക്ക് ഉദ്ർ ഇല്ല. കൈ ഒന്തിക്കാൻ കഴിയില്ല, ഒന്തിക്കണ്ട. കണ്ണിന്റെ പുരികം പൊന്തിച്ചാൽ മതി. കണ്ണിന്റെ പുരുകം പൊന്തിച്ചില്ല, പൊന്തിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിന്റെ പുരികം പൊന്തിച്ചാൽ മതി. എന്നാലും എന്ത് നടക്കും? ദുആക്ക് ഉദ്റില്ല, നോമ്പിന് ഉദ്റുണ്ട്, ദുആക്ക് ഉദ്റില്ല. ദുആ എന്തിനാ? നോമ്പ് കൊണ്ട് മുഖറബാവുകയില്ല. നോമ്പോണ്ട് മുഖറബാവില്ല. മുഖറബാകണമെങ്കിൽ എന്റെ അടിമകൾ എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നോമ്പ് നോറ്റാ പോരാ. അടിമ ഉടമയെ അന്വേഷിക്കണം. നോമ്പ് വിളിക്കണം എന്ന് പറഞ്ഞു, നോമ്പ് നോറ്റാ പോരാ. നോമ്പ് നോറ്റോണ്ട് എന്തായില്ല, പറഞ്ഞ പണിയെടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് വേണം? അങ്ങയോട് അന്വേഷിച്ചാൽ ഇബാദി എന്റെ അടിമകൾ, ഞാൻ തൊട്ടടുത്തുണ്ടാവും. അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരാൾ നോമ്പോറ്റേ, എന്റെ നാട്ടിലൊക്കെ നോമ്പാണ്, അപ്പൊ അവന് നോമ്പാണ്, പ്രാർത്ഥന ഉണ്ടായില്ല എങ്കിൽ നോമ്പിന്റെ മർമ്മം നഷ്ടപ്പെട്ടു. വേറൊരാൾ അയാൾക്ക് രോഗാണ്, അതുകൊണ്ട് നോമ്പ് നോക്കാൻ വയ്യ, പക്ഷെ പ്രാർത്ഥന ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്തില്ല എങ്കിൽ അവൻ യഥാർത്ഥ നോമ്പുകാരനാണ്. ഇനി നോമ്പ് വേറൊരു സമയത്ത് നോറ്റ് വിട്ടിയാൽ മതി. ഒന്ന് എന്റെ കൂടെ വരി, മനസ്സിലായില്ല? നോമ്പ് കാലത്ത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നോമ്പോട് കൂടി ഒരു മാസം മെനക്കെടണം. എന്തിന്? എപ്പോഴും എപ്പോഴും അവൻ എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉത്തരം തരും. ഇത് നോമ്പിന്റെ ആയത്തിന്റെ ഇടയിലാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, നോമ്പിന്റെ ദുആകളിൽ നോമ്പ് കാലത്തെ ദുആയാണെങ്കിൽ അത് ഇജാബത്തുള്ള ദുആയാണ്. ആ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അപ്പോൾ നോമ്പിന്റെ ഉദ്റുണ്ടായാലും ഉദ്റില്ലെങ്കിലും ഇല്ല, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. വേറെ ഒരു കാലം ഇതുപോലെ ദുആക്ക് പറ്റിയ ഒരു കാലം ഇല്ല. ഇനി ദുആനെ പറ്റി പറയുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ദുആ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ എന്തെങ്കിലും സമർപ്പിക്കണം. അല്ലാഹു തആല നമുക്ക് അള്ളാഹിനോട് വർത്താനം പറയാനുള്ള ഒരു സാധനം ഇറക്കി തന്നു. ഏതാണ്? എന്ത്? ഖുർആൻ. എന്താ ഖുർആൻ? യുകല്ലിമുക റബ്ബുക വതുകല്ലിമു റബ്ബക. ഖുർആൻ എന്നാൽ യുകല്ലിമുക റബ്ബുക, നിന്റെ റബ്ബ് നിന്നോട് സംസാരിക്കുന്നു. ആർക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനോട് വർത്താനം പറയണം. അള്ളാഹിനോട് വർത്തമാനം പറയാൻ അള്ളാഹു നമുക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ട് എന്ത്? മൻജറാ കലാമുല്ലാഹി അലാ ലിസാനിഹി യുകല്ലിമുഹു റബ്ബുക യുകല്ലിമുഹു റബ്ബുഹു വയുകല്ലിമു റബ്ബഹു. ഒരാളെ നാവിലൂടെ അള്ളാന്റെ കലാമ് നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് അയാളോടും വർത്തമാനം പറയുന്നുണ്ട്, അയാൾ അള്ളാഹുവിനോട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിനോട് ദ്വാരക്കണിന് മുമ്പ് നമുക്കൊരു അവസരം, അള്ളാഹിനോട് വർത്താനം പറയാനുള്ള അവസരമാണ് ഏത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അള്ളാഹിനോട് ലോകത്തിലായി തുടങ്ങി. റമളാൻ 1 തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽ-ഫാത്തിഹ കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഓതി തൽക്കാലം വഖഫ് മൻ വെച്ച് മൂത്രിക്കാൻ പോകണമെന്ന് തോന്നിയപ്പോൾ വഖഫ് മൻ വെച്ചാൽ റബ്ബേ സ്വീകരിക്കണം, റബ്ബേ ഇഷ്ടപ്പെടണം, റബ്ബേ. തൽക്കാലം കൂട്ടിയച്ച് മുദ്രിക്കാൻ പോയി, ഒന്നുമെടുത്തു വന്നു, വീണ്ടും തുടങ്ങി പടച്ചോനെ സ്വീകരിക്കണം റബ്ബേ. പിന്നെയും ഓടി അരമണിക്കൂർ അവിടെ വെച്ച് പിന്നെ എന്തായിരുന്നു? മനസ്സിലായോ പറഞ്ഞത്? ആവശ്യങ്ങൾ മുഴുവനും പറഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കും. എന്തുകൊണ്ട്? ഇവനും യോഗ്യത്തിലാണ്. ഇവൻ അള്ളാഹിനോടും വർത്തമാനം പറഞ്ഞു. അല്ലാഹു പറ ഇവനോടും വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഇവന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ട ഒരു രസം, അൽ-ബഖറ 185 ആയത്ത് എന്താ തുടങ്ങുന്നത്? ഷഹ്റു റമളാനല്ലദീ
ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ അള്ളാഹുവിനോട് വർത്തമാനം പറയാനുള്ള അവസരം ഉണ്ടാക്കി തന്നു 185. 186 എന്ത് പറഞ്ഞു? ദ്വാരനോളെന്ന് പറഞ്ഞു. അപ്പോൾ റമളാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്ന്, നോമ്പുകാരനാവുന്ന ചട്ടക്കൂടിൽ നിന്നിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണപാനീയങ്ങളായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ഇതുകൊണ്ട് മതിയായില്ല, ഇനി നമ്മൾ എടുക്കേണ്ട പണി എടുക്കണം. ഒരു അവസരമാണ് നോമ്പ്, അല്ലാതെ നോമ്പ് എന്നത് ലാഭമല്ല. നോമ്പ് ഒരു അവസരമാണ്. നോമ്പ് ഒരു അവസരമാണ്. ലാഭം അള്ളാന്റെ മുഖറബാകനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതുപോലെ മാവുമ്മൽ കേറുക എന്നതൊരു അവസരമാണ്. എന്തിന്? മാങ്ങ പറിക്കാൻ. ഒരാൾ മാവുമ്മ കയറി ഇറങ്ങി, മാങ്ങ പറിച്ചില്ല, പിന്നെയും കയറി ഇറങ്ങി എങ്കിൽ അവനെ പിരാന്തൻ പറയും. മാവുമ്മൽ എന്തുണ്ട്? മാങ്ങ ഉണ്ട്. എന്തിനാ കയറിയത്? മാങ്ങ പറിക്കാൻ. അപ്പോൾ മാവുമ്മൽ കയറൽ ഒരു അവസരം. എന്തിന്? മാങ്ങ പറിക്കാൻ. നോമ്പ് ഒരു അവസരം. എന്തിന്? അള്ളാഹുവിന്റെ മുഖറബാകാൻ, അള്ളാഹുവിനോട് ഖുർആൻ ഓതാനും ദുആ ചെയ്യാനുമുള്ള അവസരമാണ്. എന്ത്? നോമ്പ്. ഒരാൾ നോമ്പ് ഒറ്റും, എന്ത് ചെയ്തില്ല? ഖുർആനും ഓതിയില്ല. ഇല്ല എങ്കിൽ യഥാർത്ഥ ലാഭത്തിൽ എത്തിയില്ല. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അപ്പോൾ പ്രധാനമായി നോമ്പുകാലത്ത് ചെയ്യേണ്ട എന്താ? ഒരു 10 ജുസ് ഖുർആൻ ദിവസം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 10 ഖത്തം തീർക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ എപ്പോഴും ഖുർആൻ ഓതും. ഏറ്റവും ഓതിയിരുന്നത് റമളാനിലാണ്. സയ്യിദ് ജിബ്രീൽ ഹബീബിന്റെ അടുത്ത് ഖുർആനുമായി വരും. ഏറ്റവും വന്നിരുന്നതും റമളാനിലാണ്. ആദ്യം വന്നതും റമളാനിലാണ്. റമളാനിൽ ഒരു രാത്രി ഉണ്ട്. ഏതാ രാത്രി? ലൈലത്തുൽ ഖദർ. അതിന്റെ പ്രത്യേകത പറഞ്ഞതും എന്താണ്? ഇന്നാ അൻസൽനാഹു ഖുർആനാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ റമളാൻ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? പറ, എന്ത് വേണം? നോമ്പ് പോറ്റാ പോരാ, എന്ത് വേണം? അതന്നെ, അതതിന്റെ കാര്യമാണ്. അതതിന്റെ കാര്യമാണ്. ഒരാൾക്ക് ചരക്കെടുക്കണം, കച്ചവടക്കാരനാ ചരക്കെടുക്കണം. എവിടെ ചരക്ക്? ചരക്ക് ബാംഗ്ലൂരാ. ബാംഗ്ലൂരിൽ ചരക്കെടുക്കണമെങ്കിൽ ബസ് കയറി പോകണം. ബസ് കയറി അങ്ങോട്ട് പോയി, ബസ് കയറി ഇങ്ങോട്ട് പോയി, ചരക്കൊന്നും എടുത്തില്ല. എന്താ ലാഭം? ബസ് കയറി പോകൽ ഒരു അവസരം ചരക്ക് വാങ്ങാൻ എന്നതുപോലെ അള്ളാന്റെ മുഖറബാകാനുള്ള അവസരമാണ് എന്ത്? നോമ്പ്. അള്ളാന്റെ മുഖറബാകുന്ന വഴിയാണ് ഒന്ന്, അള്ളാഹുമായി സംസാരിക്കുക. അള്ളാഹുമായി സംസാരിക്കാൻ വേണ്ടി അള്ളാന്റെ സംസാരം ഭൂമിയിൽ ഇറങ്ങിയത് ഏത് മാസത്തിലാണ്? റമളാനിൽ. അതുകൊണ്ട് തന്നെ ഈ സംസാരത്തിനെ പറ്റി മർമ്മപ്പെട്ട് പറഞ്ഞു. ഈ മാസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് തന്നെ എന്തിനാ? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പോൾ ഒരു മനുഷ്യൻ ഖുർആൻ ഓതിയില്ല എങ്കിൽ യഥാർത്ഥമായി നോമ്പിന്റെ ലാഭക്കാരൻ അല്ല. നോമ്പിന്റെ ലാഭം അവന് ഇല്ല. അവൻ നോമ്പിന്റെ ലാഭക്കാരൻ അല്ല. 10 ജുസ് ഓതാനോ ഒരു പ്രയാസമല്ല. 5 വഖത്തുണ്ടല്ലോ. 5 വഖത്തിൽ ഈ 2 ജുസ് ചുരുങ്ങിയത് ഓതിയാൽ ഒരു മനുഷ്യന് 5 വഖത്തുകൊണ്ട് എത്ര ഓതാം? 10 ജുസ് ഓതാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ കോലം പറഞ്ഞുതരാം. നോമ്പിന് ഏറ്റവും മർമ്മം ഖുർആനോത്താണ്. കാരണം ശഹ്റു റമളാനല്ലദീ, മാത്രമല്ല അല്ലാഹുവിന്റെ ലോകത്തിൽ എന്ത് വെച്ചാലും കിട്ടും. എന്ത് വെച്ചാലും കിട്ടും. അഫ്ളലു ദിക്രില്ലാഹി അൽ ഖുർആൻ മുത്ലഖൻ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ഖുർആനാണ് എന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾക്ക് തർക്കമില്ല. ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി 4 ഇമാമിങ്ങൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഫ്ളലു ദിക്രില്ലാഹി അൽ ഖുർആനു മുത്ലഖൻ. ഏത് വഴിക്ക് നോക്കിയാലും ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉദാഹരണം പറയാം. ളുഹറിന്റെ മുമ്പ് പള്ളി പോകുമ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ പോയാൽ മതി എങ്കിൽ ളുഹറിന്റെ മുമ്പ് ഒരു ജുസ് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു ജുസ് ഖുർആൻ ഓതാം. ജമാഅത്ത് കഴിഞ്ഞിട്ട് ദുആയും കഴിഞ്ഞാൽ പെട്ടെന്ന് പായരുത്. ഒരു ജുസും കൂടി ഓതിയാൽ ഒറ്റ വഖത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ജുസ്. ഒരു പ്രയാസമില്ല. അവനവന്റെ പണിയും നടക്കും, ഖുർആനോട്ടും നടക്കും.
ഇനി തന്റെ ജോലി തിരക്ക് കാരണമോ മറ്റോ ഒരാൾക്ക് പകലിൽ ഇങ്ങനെ വക്തുകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ അവന് ഞാൻ അവസരം പറഞ്ഞു തരാം. ഒന്ന്, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ദീർഘമായ സമയമുണ്ട്, അത് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമല്ല, തറാവീഹ് കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമല്ല, നേരത്തെ അത്താഴം കഴിക്കാൻ എണീറ്റ്, ഉദാഹരണം പറയാ 5 മണിക്കാണ് സുബഹി വാങ്കെങ്കിൽ, അല്ല 4:45 സുബഹി വാങ്കെങ്കിൽ, ഒരാൾ 4 മണിക്ക് എണീറ്റു എന്ന് വെക്കുവാണെങ്കിൽ ഒരു 3:45 3:30 എണീറ്റാൽ 1 മണിക്കൂർ ഖുർആൻ ഓതാം. പകലിലുള്ള കമ്മി ഉണ്ടെങ്കിൽ പരിഹരിക്കാം. ഒരു പ്രയാസമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനായത് ഖുർആൻ കൊണ്ടാണ്. മുത്തുനബി നബിയായത് ഖുർആൻ കൊണ്ടാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്നാണ് നബിയായത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആൻ ആ ഹൃദയത്തിലേക്ക് ഇറങ്ങി കിട്ടിയപ്പോഴാണ് മുത്തുനബിയുടെ നുബുവത്ത് പ്രത്യക്ഷമായത്. അതിനു മുമ്പോ നുബുവത്ത് പ്രത്യക്ഷമായിട്ടില്ല. അപ്പോൾ നബിയായത് ഖുർആൻ കൊണ്ട്. നബിയുടെ നുബുവത്തിലെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് നബിയെ ഏറ്റവും ഓതിയത് ഖുർആൻ, ഏറ്റവും ഓതിയ കാലം റമളാൻ, ഏറ്റവും ജിബ്രീൽ ഓതിക്കൊടുത്തതും റമളാൻ. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒരു 10 ജുസെങ്കിലും ഖുർആൻ ഓതുക, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. എന്നാലോ പരിഹാരം ഉണ്ടാവും. എന്തിനൊക്കെ എന്തിനു പരിഹാരം?